ലക്ഷം ഡയമണ്ട് ഉണ്ട്. ഈ ഒറ്റപത്ത് 100 1000 14 ലക്ഷം 5 ലക്ഷം ഡയമണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് സത്യം പറയുകയാണെങ്കിൽ റിയൽ അല്ല, ഇത് ചുമ്മാ ഫേക്ക് ആണ്. എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത് പറഞ്ഞ ഒരു പ്രോക്സി സെർവർ ആണ് ഗൈസ്, ഒറിജിനൽ ഫ്രീ ഫയർ അല്ല, ഒരു പ്രോക്സി സെർവർ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ പ്രോക്സി സെർവർ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം, എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഗൈസ്, ഈ ഒരു പ്രോക്സി സെർവർ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സെർവർ ആണ്, ഒഫീഷ്യൽ സെർവർ അല്ല. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ വി ബാഡ്ജും അതേപോലെ തന്നെ 5 ലക്ഷം ഡയമണ്ടും പിന്നെ ഇഷ്ടം പോലെ ബണ്ടിൽസ് ഗൈസ്, 1500 എടുത്ത് ബണ്ടിൽസ്, 2000 എടുത്ത് ടോപ്പ്, അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻ, ഗൺ കളക്ഷൻ. ഓക്കെ, ഗൺ കളക്ഷനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കിഡിലൻ കളക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് കിഡിലൻ കളക്ഷൻ, കിഡിലൻ ഗൺ സ്കിൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ 3 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, ഫ്രീ ഫയർ പ്രോക്സി സെർവർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ ആൾറെഡി ഫ്രീ ഫയർ അല്ലെങ്കിൽ ഫ്രീ ഫയർ മാക്സ് ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഫ്രീ ഫയർ പ്രോക്സി സെർവർ ഗറീനയുടെ ഒഫീഷ്യൽ സെർവർ അല്ല, തേർഡ് പാർട്ടി സെർവർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ അക്കൗണ്ട് ബാൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഫയർ ഇല്ലാത്ത ഫോണിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അല്ല, ഉള്ള ഫോണാണെങ്കിൽ ഫ്രീ ഫയറും ഫ്രീ ഫയർ മാക്സും ഒക്കെ ആദ്യം ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ശേഷം മാത്രം ഈ ഒരു ഫ്രീ ഫയർ പ്രോക്സി ട്രൈ ചെയ്ത് നോക്കുക, റിസ്ക് എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൾറെഡി ഉള്ള ഫ്രീ ഫയർ അല്ലെങ്കിൽ ഫ്രീ ഫയർ മാക്സ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിങ്ക് നമ്മൾ പിൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലിങ്ക് സെർച്ച് ചെയ്യണം. ഓക്കെ, ആ ലിങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത് നമ്മൾ പ്രോക്സി സെർവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു VPN വേണമെങ്കിൽ ആ ഒരു VPNന്റെ ലിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. എനിക്കത് ഇവിടെ കാണാൻ പറ്റും, പ്രോക്സി VPN. അപ്പോൾ ഈ ഒരു VPN ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു VPN ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ടെലഗ്രാമിൻ്റെ ഒരു ഇത് കാണും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ടെലഗ്രാമിൽ ലോഗിൻ ചെയ്യേ അല്ലെങ്കിൽ നമ്പർ ഒടിക്കുക ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ബാക്ക് അടിക്കുക. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിക്കുക. അതിനുശേഷം ഞാൻ അതേ അടുത്തൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നമ്മൾ ഈ ഒരു പ്രോക്സി സെർവറിൻ്റെ ആ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു FF Max APK. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഒരു 155 MB എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫയൽ കൂടി ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ പ്രോക്സി സെർവറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയ ശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ആവുന്ന ടൈമിൽ ഗൈസ്, നോർമൽ നമ്മുടെ ഗെയിം ഇതാവുന്ന പോലെ തന്നെയാണ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, നോർമൽ നമ്മുടെ ഗെയിം എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് അതേപോലെയാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഡൗൺലോഡ് ചെയ്യാണ്ട്, റിസോഴ്സ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാണ്ട്, അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 284 MB അടുത്ത് ഡൗൺലോഡ് ആവാണ്. 5 minutes later. ഓക്കെ, അത് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോർമൽ നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ഓപ്പൺ ആവുന്ന പോലെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ്, ഇവിടെയാണ് മെയിൻ സ്റ്റെപ്പ്. ഒരിക്കലും നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് വെച്ചൊന്നും ലോഗിൻ ചെയ്യരുത്, ഫേസ്ബുക്ക് ഗൂഗിൾ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, ജസ്റ്റ് അക്കൗണ്ട് മാത്രം ചെയ്യുക.